ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞത്തെ വീഡിയോയിൽ RP ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെണ്ണൊക്കെ വീട്ടിനുള്ളിൽ കയറിയിട്ട് എൻ്റെ പൊന്നെ അതൊരു ആദ്യ വീഡിയോ ആയിരുന്നില്ല. അത് ആരാണെന്ന് പോലും ഇപ്പം അറിയുന്നുണ്ടായിരുന്നില്ല. നമുക്കിനി എന്തായാലും വീഡിയോ കിടക്കാം. നമ്മളെ വീട് എവിടെയായിരുന്നു? നമ്മൾ വീട് ഉണ്ടാക്കിയല്ലേ, ഇവിടെ നല്ല നമ്മളെ വീട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ആക്കാം. കാരണം അപ്പുറത്തൊരു പെണ്ണുണ്ട്, പെറ്റുണ്ട്, പെണ്ണുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഹൗസ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കേട്ടോ. അയ്യോ പോട്ടെ, ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഹൗസ്. കാരണം വേറെ ഒന്നും ആരാ നമ്മളെ പാത്രമാണ്. അവളിപ്പോൾ നമ്മളതിലുണ്ട് കണ്ടാ. കാരണം ഈ ഒരു കാരണം ചെറിയ ലാഗ് ഉണ്ട് നമുക്ക് വീട് എടുക്കണ കാരണം. കണ്ടാ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഏതാ ഇവൾക്ക് ഇവിടെ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, പുതിയ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഞാൻ പറയണ മെല്ലെയാണ് കേൾക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ വെറുതെ നോക്കുമ്പോൾ എന്തോ മെല്ലാവണ പോലെ വീഡിയോ എടുക്കുമ്പോൾ ലാഗ് ആവുകൊണ്ട് ചെറുതായിട്ട് ക്ലോസ്. അപ്പോൾ എന്നത്തെയും പോലെ അന്ന് നമ്മൾ വീട് മൊത്തം കാണിച്ചില്ല. ഇതാണ് എൻ്റെ ഉണ്ണിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ താത്താൻ്റെ അനിയത്തിൻ്റെ മോളെ ഹൗസ്. അത് 2 മക്കളുണ്ട് പുള്ളിക്കാരൻ്റെ. ഒരു മോള് ഇവിടെ ഇരിക്കുക, ഒരു മോള് ഇവിടെ ഇരിക്കുക. ഈ മഞ്ഞ സാധനത്തിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കും. അല്ല, അത് ഈ ഹൗസല്ല, സോറി ബ്രോ, ഈ റൂമല്ല, എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അവളെ അനിയത്തിൻ്റെയാണ്. കാരണം ഒക്കെ അറിയാം, കാരണം പഠിക്കണ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നെ കാണില്ലല്ലേ ബ്രോ, എന്നെ അമ്മായി ഇവളെന്ത് കാട്ടണേ. ഞാൻ ഇവിടെ അവിടേക്കൊന്നും ഞാൻ പോയില്ല. പിന്നെ ഇവിടെ മേലെ ഉള്ള എല്ലാ റൂമും ഞാൻ കാണിച്ചു തന്നെ. അത് പിന്നെ നമ്മൾ അടിയിലേക്ക് പോവാണ്, ഗ്യാരേജിൻ്റെ അടിയിലേക്ക് പോവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകാനും, പിന്നെ ഇത് നമ്മളെ ഒരു മെയിൻ ഇതുപോലെ ഇരിക്കാനുള്ളത്, ലിഫ്റ്റ്, വാഷിംഗ് മെഷീൻ, അതൊക്കെ ഡ്രസ്സ് ഇതൊക്കെ ഇടാനുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയില്ല അധികം. ഇതാണ് നമ്മളെ തിയേറ്റർ. തിയേറ്ററിൽ എന്താ വെക്കാൻ പറ്റുക? ഇതിൽ വെക്കാൻ പറ്റും എന്തെങ്കിലും? ഇല്ലല്ലോ. നമുക്കിവിടെ ഇരുന്ന് നോക്കാനൊക്കെ പറ്റും, പക്ഷെ ഒന്നും വെക്കാൻ പറ്റില്ല. അതിലെന്താ അറിയില്ല. ഇതാണ് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇതാണ് ഉണ്ടായത്. കാശ്മീർ പോകുമ്പോൾ പിന്നെ ലൈറ്റ് ഓണാക്കി വെച്ചിരിക്കണ വരി. പിന്നെ എന്തായാലും മേലെ പോവാം. നമ്മളിവിടെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോയ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് മറ്റേ ഞാൻ പറഞ്ഞ സിസ്റ്ററിൻ്റെ സിസ്റ്ററിൻ്റെ. പിന്നെ നമ്മൾ ഇതൊക്കെ കാണാൻ പോകണം. ഈ ഓപ്പണാക്കി നമ്മളെ പുറത്തത്തെ സ്വിമ്മിങ് പൂള് ഒക്കെ അങ്ങനെ വെള്ളം ഒഴിക്കണുണ്ട്. എനിക്ക് നല്ലൊരു നീന്താൻ അറിയണോണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും ധൈര്യത്തോടെ സ്വിമ്മിങ് പൂളൊക്കെ വെച്ചത്. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ, ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ. പിന്നെ ഇവിടെയും ചില്ല് ചെയ്തിരിക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പിന്നെ ഇവിടെ ഞങ്ങളെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്യണേ. അതുപോലെ ഞാൻ അങ്ങനെയാണ് കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കാറ്, ഡിസ്കസ് ഒക്കെ ചെയ്തിരിക്കണേ. പിന്നെ ഞങ്ങൾ ഇവിടെ ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് അങ്ങനെ ചായ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ബർഗർ ഉണ്ടാവും, നമ്മളുണ്ടാവും. എന്താ ഉള്ളത് ഒന്നും ഇല്ലാത്തയും പറഞ്ഞാൽ ഈ ബർഗർ എടുത്ത് കഴിച്ചാൽ വേണ്ട. ഇപ്പോൾ ഉമ്മച്ചൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ എൻ്റെ ഉമ്മാനൊന്നും ഫാമിലിക്കാരൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എൻ്റെ ഫാമിലി അവിടെ ഒരു സിസ്റ്ററൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫാമിലി ഉണ്ട്, പക്ഷേ ഗെയിമിലില്ല. ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു പെണ്ണൊക്കെ വീട്ടിൽ കയറിയെന്ന് ഞാൻ പറഞ്ഞത് അതൊക്കൊരു ഇതാണ് ഞാൻ എൻ്റെ റൂം ഇതാണ്. ഞാൻ ഇവിടെ നിന്നൊക്കെ ഇടുന്നിട്ട് ന്യൂസൊക്കെ കണ്ട ഇവിടെ ഉള്ള ടൈമിലായിരുന്നു നമ്മൾ ഇത്
ഒരു പെണ്ണ് കയറി വന്ന്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ റൂം അപ്പുറത്താണ്, ഡാഡിൻ്റെ റൂം അപ്പുറത്താണ്, ഉപ്പയമ്മയും നിൽക്കുന്ന റൂം. ഇതാണ് അവരുടെ റൂം, ഇതാണ് അവരുടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ നമ്മൾ ഇത് കാണാം. അയ്യോ, ഇതെങ്ങനെ കയറിയാണ് നമ്മൾ അടുക്കളയ്ക്കുള്ള ലോക്കാക്കാം, ഓപ്പണാക്കാം. ഇതാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഇത് അടക്കുമ്പോൾ അതോട്ടായി ഇല്ലല്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് രണ്ടോ അങ്ങനെ ഓപ്പണാക്കി പോകാൻ പാടില്ലാത്ത പറഞ്ഞ. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളത് എന്താ നിൽക്കുമ്പോൾ അറിയില്ല. ഇത് ഞങ്ങളെ കണ്ടാ, അയ്യോ ഷട്ടപ്പല്ല, കുക്കിങ്ങിൻ്റെ ഇതെന്താ നെക്സ്റ്റ്. പിന്നെ വാർത്ത, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ മറ്റേ കുക്കിങ് അങ്ങനെ അങ്ങനെ കുറച്ച് മാത്രം. പിന്നെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. കുറേ എൻ്റെ അനിയന്മാരൊക്കെ ചോദിച്ചു ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ അവിടെ ഒന്നുമില്ല. അവിടെ നമ്മൾ കണ്ട ഈ ഇറങ്ങി പോകണം, അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ നമ്മളെ ഫ്രിഡ്ജ്, ഫുഡ് കണ്ട, ഫുഡുണ്ട്. പിന്നെ ജ്യൂസ് ഡ്രിങ്ക് ഉണ്ട്. അയ്യോ, പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൈഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഞാൻ കൂടുതൽ ഹൈഡ് ചെയ്തുള്ള ഇവിടെയാണ്. ഒളിച്ചുകളി കളിക്കുമ്പോഴോ എന്തെങ്കിലും കളിക്കുമ്പോൾ ഇവിടെയാണ് ഹൈഡ് ചെയ്യുക. അങ്ങനെ ഒരു അടിപൊളി സ്പേസാണ്. ഇതിങ്ങനെ കുടുങ്ങിയാൽ പെടും, ഇടക്കിടക്ക് ഇത് ലോക്കായി പോകും തന്നെ, ഓട്ടോമാറ്റിക്കലി ലോക്കായി. കുട്ടികളൊക്കെ കയറി നിൽക്കുമ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചാൽ പിന്നെ കാണാണ്ടിരിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെ മേലെ തന്നെ അമ്മ കാണിച്ച പോലെ ഇത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. അത് കാണിച്ചു തന്നെ. ഇതിൻ്റെ കസിൻ, ഇതാരോ റൂമാ, ഇതൊക്കെ അറിയില്ല. സോറി, ദിസ് ഈസ് മൈ ഗേൾഫ്രണ്ട്സ് റൂം, ഗേൾഫ്രണ്ട് റൂം. ഓക്കെ, അതാണ്. പിന്നെ ഇവിടെ എൻ്റെ ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മളിങ്ങനെ ഒരു കുട്ടീനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ നമ്മളായിട്ടിങ്ങനെ അടുത്തടുത്ത് വന്നു, അങ്ങനത്താക്കി. ഇവിടെ നിന്നിട്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെ വന്ന് നോക്കിയായിരുന്നു. ചിറാപ്പുഞ്ചി മഴയത്തിരുന്നുണ്ട്. അയ്യോ, ലോക്കിട്ടാനും കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ നമ്മളിവിടെ CCTV ക്യാമറ ഒന്ന് പിന്നെ ഇവിടെ നോക്കിയാൽ കാണുമെന്നൊക്കെ അറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ റൂമാണ് ഏറ്റവും വലിയ റൂം, ഈ വീട്ടിലുള്ള ഏറ്റവും വലിയ റൂമിൻ്റെ. ഇങ്ങനെ പോയ സ്ലൈഡ്, അങ്ങനെ കുറേ ഇതുണ്ട്. TV ഇവിടെ നിന്നിട്ട് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നിന്നിട്ടാണ് കൂടുതൽ ഫ്രണ്ട്സുകളായിട്ടൊക്കെ സംസാരിക്കാറും അങ്ങനെയൊക്കെ. എന്നിട്ട് ലൈഫായിട്ട് അല്ലല്ലോ, വീഡിയോ അല്ലല്ലോ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇന്ന് നമുക്കിന്ന് പുറത്ത് പോവാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡെലിവറി ബോയ് ആയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണിയിൽ തിരക്കായിരുന്നു. റൂം കാണിച്ചത് ഞാൻ ഇനി ടോട്ടലി റൂമുകളൊക്കെ കാണിക്കട്ടെ. വാഷ്റൂം, നമ്മളെ വാഷ്റൂം, ഇത് റൂം, ഇത് ഞാൻ പറഞ്ഞ സിസ്റ്ററിൻ്റെ റൂം, ഇതിൻ്റെ ജിമ്മ്, ഓടിയ ജിമ്മൊക്കെ ഉണ്ട്, വീടൊക്കെ ഉണ്ട്. ക്ലോസൊക്കെ മറക്കും, കാരണം അലീച്ച കയറണം അതിൻ്റെ ഉള്ളിൽ, അതാണ് പ്രശ്നം. പിന്നെ ഇതിൻ്റെ എന്താ ചെയ്യുക, ഐ ഹാവ് എ 2 സിസ്റ്റർ, റൈറ്റ്, 2 സിസ്റ്റർ. ഒന്ന് ഇതിൻ്റെ ഈ സിസ്റ്ററിൻ്റെ, ഇതുകൊണ്ട് ഇഷ്ടംപോലെ മുറി ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഒന്ന് ഇതാ, അയ്യോ സോറി, മൈ ഫാദർ. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല സിസ്റ്ററിൻ്റെ റൂം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കെന്നെ ഓർമ്മയില്ല ഇതിൻ്റെ ഫാമിലി, വാപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം. പിന്നെ ദിസ് ഈസ് ജിമ്മ്, ഇത് നമ്മളെ സിസ്റ്ററിൻ്റെ റൂം. പിന്നെ വാഷ്റൂം, ഇത് എൻ്റെ റൂം. ഇവിടെ ആയിരുന്നു നമ്മളെ മറ്റേ ഇതാണ് മറ്റേ സിസ്റ്ററിൻ്റെ റൂം. കണ്ടാ, മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ഈ റൂം എൻ്റെ, ഇത് അത് ഞാൻ പറഞ്ഞ സിസ്റ്ററിൻ്റെ,
മൂത്തതിൻ്റെ, ഇത് സിസ്റ്ററിൻ്റെ, ഇത് രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ. അവൾക്ക് കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. മറ്റവൾക്ക് ഓഫീസിലൊന്ന് അവളിങ്ങനെ കമ്പ്യൂട്ടറൊന്നും ഇഷ്ടമുള്ളതല്ല. അവൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാം. ഇവിടെ ആരുമില്ലപ്പോൾ ഇതിൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം, അങ്ങനെ വേറെ റൂമൊന്നുമില്ല. പിന്നെ അടിയിലും പിന്നെ ചില്ലിങ് റൂം, ജിമ്മ്, അത് ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചതാണ്. അപ്പം നമുക്കൊന്ന് എന്തായാലും പോവാം. രാത്രിയാണ്. അത്ര പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ ഇവിടെ ഇറങ്ങാനൊന്നുമില്ല. സ്കേറ്റും ബോർഡായിട്ട് വർക്ക് വയ്യന്നെ അത്രയും ദൂരം. ഞാൻ പിന്നെ എന്തോ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം കാണിച്ചതല്ലേ. അത് നമ്മളെ എൻ്റെ റൂം കണ്ടാ, അങ്ങനെ തന്നെ തിയേറ്ററിലേക്ക് പോവാം. കണ്ടാ ഡോറൊക്കെ ഓപ്പൺ അല്ലല്ലോ. എന്നൊക്കെ പോവാം, നേരെ പോവാം. അപ്പോൾ ഇതിന് സ്കേറ്റും ബോർഡൊക്കെ കണ്ടിട്ട് വരും. അയ്യോ ഞാൻ അതിൻ്റെ ഇടയിൽ ചാമാടാ. കടുപ്പത്തില്ല അടി തിരിച്ചിട്ട് പേടി നിനക്കൊണ്ട് കഴി തിരിച്ചിട്ട് പേടി. ഓ സ്പേസ് ഇല്ലേ. ക്ലോസ് ആക്കൊണ്ട് പോണത് നല്ലതല്ല ഗൈസ്, എന്നാലും ഓർമ്മ ഉണ്ട്. പിന്നെ ഒരു കാറ് നമ്മളെ ഗാരേജിൽ വേണം ഗൈസ്. സത്യം പറഞ്ഞു സജിയ ഇവിടെ വീട് വെച്ചോ അപ്പം ഇനി കഥ നമ്മളത് പോയി. സൗണ്ട് ഉണ്ടോ? നമുക്കിനി സ്കൂട്ടറിൽ പോവാം. സ്കേറ്റ് ബോർഡ് സ്കൂട്ടറിൽ പോവാം. ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഇടങ്ങേറാണ്. അയ്യോ അതാ കണ്ടോ, ഇതാണ് കുറച്ച് ഇടങ്ങേറ് ഞാൻ പറയണേ. ഇടയ്ക്കിടെ തറച്ചു പോകും. അവിടെ ഉണ്ടായിരുന്നു സ്കേറ്റ് ബോർഡ് കണ്ട അങ്ങോട്ട് പോകാൻ. നമുക്കിനി കടപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലും നമ്മുടെ ബോട്ടിലൊക്കെ പോയിട്ട് ചില്ലടിച്ചിടുക. സ്പീഡ് ബോട്ടായിട്ടാണ് അല്ലെങ്കിൽ ആച്ചിട്ട് പോവാം. ആരാ അതാരാ? അങ്ങനെ എന്താരും ഉണ്ട് അവിടെ. ഇതാണ് നമ്മളെ പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് സ്പോണാവട്ടെ. പാർക്കിൽ കയറണം. അത് കാണില്ല, നമുക്ക് ടൈമില്ല. നമുക്ക് ബീച്ചിൽ നേരെ വിടാം. ബോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് കാരണം ഫാമിലിയായിട്ട് പോകേണ്ടതാണ്. ഇപ്പം എല്ലാവർക്കും ഒരു സ്ഥലത്ത് സ്കൂൾ ട്രിപ്പാണ്. എൻ്റെ 2 അനിയത്തിമാർക്ക് ഒരേ സ്കൂളിലാണ്. ഉമ്മയും ഉപ്പയും പിന്നെ അവരിനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വരിക. ഞാൻ അതേപോലെ 2 ആളും ഒരു ലോസ് ആഞ്ചലസ് പുറത്ത് കേട്ടോ. നമുക്ക് അവിടെ പോയാലോ ഓക്കെ. കാരണം അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് രാവിലെ നമ്മൾ ഇനി വെള്ളത്തിലിട്ട് നീന്താൻ തോന്നിയാൽ നമുക്ക് വേണ്ട സ്കേറ്റിൻ്റെ അവിടെ എന്താ വേണം എനിക്ക് പോലട്ടെ പോലെ ചില്ലടിച്ചിരിക്കണ കണ്ട ചില്ലടിച്ചിരിക്കണ കണ്ട ചില്ലടിച്ചിരിക്കണ കണ്ട അടിപൊളി സ്ലൈഡ് കേട്ടോ. സ്ലൈഡ് ഒന്നും കൂടി പോയാലോ? അത് വേണ്ട, നമുക്കെന്നെ എല്ലാവരും ട്രൈ ചെയ്യാറില്ലല്ലോ. അപ്പം മാത്രം ട്രൈ ചെയ്ത് തരണം. ഇപ്പോഴും ചില്ലടിച്ചിട്ട് ഇതൊക്കെ നല്ല അടിപൊളി കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അസല് സാധനം എന്താ പോന്നേ. ഇവിടെ നമ്മൾ റൈഡ് ചെയ്യാൻ പോകണം ബോട്ട്. ഏതാ ഇത്? എൻ്റെ ഉമ്മ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. ഇത്ര പെട്ടത് 14 മിനിറ്റ് ആയില്ലേ? ഈ വീട് ഇത്ര പെട്ടത് 14 മിനിറ്റ് ആയി. അപ്പം ഇങ്ങനെ വിചാരിക്കും ഇതെങ്ങനെ മനസ്സിലായി? നമ്മ മാജിക് മാനല്ലേ. അത് കണ്ട ആ മെഷീൻ തന്നെ പോണു. ആരിപ്പോൾ ഈ പാർക്കിലേക്ക് വരാറില്ല കാരണം എൻ്റെ കല്യാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സ്കേറ്റ് ബോർഡ് ഇതൊക്കെ കുട്ടികൾ കൊടുക്കില്ല. ഓ നമുക്ക് വേണ്ടേ, നമുക്ക് റോബോട്ട് വേണ്ടേ. ഇവിടെയാണ് ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത്.
യാച്ച ഇവിടെ ഇരിക്കുമോ? ഓ യാച്ച പിന്നെ പറഞ്ഞാൽ കേട്ടും കാരണം ഇത്രയും ലക്ഷങ്ങൾ വരാനുള്ള യാച്ചാണ് ഞാൻ ഇവിടെ വന്ന് കൊണ്ടുപോയിരുന്നത്. എൻ്റെ ഒന്ന് മനസ്സിലാക്കി യാച്ച നല്ല സ്പേസുള്ള ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. അതുപോലെ യാച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാം. സ്വന്തം യാത്ര ഉണ്ടാവും. ഇവിടെ ഇന്നാ റെഡിയാവില്ല, അമ്മ ഇവിടെ ഇന്നാ റെഡിയാവില്ല. അല്ല ഇത് ഫുള്ള് കൺട്രോളാണതിൽ. എന്തൊരു പ്രശ്നമാണ് അത് കാണാം. എന്തത് കിളി പോയാ? യാച്ചിന്നറിഞ്ഞു. ഇവിടെ എന്ത് ലാഗായിട്ടില്ല കണ്ടാണ് സംഭവം അതാണ്. ഉള്ള ലാഗാണ്.